വീട്ടുജോലിക്ക് നിന്ന സ്ത്രീക്ക് ശമ്പളം നൽകാതെ വീട്ടുടമയുടെ ക്രൂരത. തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശിനി അമ്പിളിക്കാണ് വീട്ടുടമ 66,000 രൂപ നൽകാനുള്ളത്. പോലീസിലും ലേബർ ഓഫീസിലും സമീപിച്ചെങ്കിലും ഇതുവരെയും പണം ലഭിച്ചിട്ടില്ല. ഈ വർഷാദ്യം 5 മാസമാണ് അമ്പിളി ശാസ്തമംഗലം സ്വദേശി രാജേഷ് കുമാറിന്റെ വീട്ടിൽ ജോലിക്ക് നിന്നത്. രാജേഷിന്റെ കിടപ്പുരോഗിയായ അമ്മയുടെ പരിചരണവും വീട്ടുജോലിയും ചെയ്തിരുന്നത് അമ്പിളിയാണ്. പ്രതിദിനം 800 രൂപ നൽകാമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ 5 മാസത്തിനിടെ ആകെ നൽകിയത് 10,000 രൂപ മാത്രം. ഒരു ദിവസം ഡേ നൈറ്റ് നിൽക്കുന്നതിന് 800 രൂപ അയച്ചു പറഞ്ഞു. അപ്പോഴത്തെ ഈ പുള്ളിക്കാരൻ ഇപ്പം ഒരു പ്രാവശ്യം 3,000 രൂപ തന്നു, ഒരു പ്രാവശ്യം 2,000 രൂപ തന്നു, ഒരു പ്രാവശ്യം 5,000 രൂപ തന്നു. പിന്നെ അതിനുശേഷം പൈസ തന്നിട്ടില്ല. എൻ്റെ കൂടെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ജോലി കിട്ടിയതിന് ശേഷം പൈസ തരാം. അതിനുശേഷം ഇതുവരെയും പൈസ തന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ ഒരു 4-5 മാസം ക്ഷമിച്ചിട്ടും പുള്ളിക്കാരൻ തരാത്തതുകൊണ്ട് ഞങ്ങൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ 3 പ്രാവശ്യം കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം കമ്മീഷൻ ഓഫീസിൽ ഒരു പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പോലീസ് വിളിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഫോൺ എടുക്കൂല. 4.5 മാസത്തെ പ്രതിഫലമായ 66,600 രൂപയാണ് ഇനി നൽകാനുള്ളത്. പലതവണ ആവശ്യപ്പെട്ടിട്ടും പണം നൽകാത്തതോടെ അമ്പിളി പോലീസിനെ സമീപിച്ചു. മ്യൂസിയം പോലീസ് രാജേഷിനോട് പണം നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ തയ്യാറായിട്ടില്ല. ലേബർ ഓഫീസിനെ സമീപിച്ചെങ്കിലും ഇതുവരെ പണം കിട്ടിയിട്ടില്ലെന്ന് അമ്പിളി പറയുന്നു. പോലീസ് പറയണമെന്ന് വെച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂടെ പറയണമെന്ന് പറഞ്ഞാൽ ഇവിടെ ലേബർ ഓഫീസിൽ കൊണ്ടുകൊടുക്കുക. ലേബർ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരനെ വിളിച്ച് സംസാരിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് വരാം എന്ന് പറഞ്ഞിട്ട് ഇതുവരെയ്ക്കും വന്നില്ല. പിന്നെ രണ്ടാമത് മാഡം വിളിച്ചപ്പോഴും പറയാണ് പിന്നെ കാലൊടിഞ്ഞ് കിടക്കുകയാണ്, ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുകയാണ് എന്ന് പറഞ്ഞു. പിന്നെ ഇതുവരെയ്ക്കും ഒരു മൂവ്മെൻറ്റും ഇല്ല. അമ്മയുടെ ചികിത്സയും മക്കളുടെ പഠനവും ഉൾപ്പെടെയുള്ള ചെലവുകളെല്ലാം അമ്പിളി ഒറ്റയ്ക്കാണ് വഹിക്കുന്നത്. 3 തവണയായെങ്കിലും പണം നൽകണമെന്ന അമ്പിളിയുടെ ആവശ്യവും വീട്ടുടമയായ രാജേഷ് കുമാർ അംഗീകരിച്ചിട്ടില്ല. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.